ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീലിംഗ് മലയാളം ഡാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എംപററിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട, ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇപ്പോൾ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ഡ്യൂട്ടിയോ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സ്വന്തം കാര്യം വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, മറ്റുള്ളവർ ഹെൽപ്പില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോൾ പലരും പറയാറുണ്ട്, മെൻ്റൽ സപ്പോർട്ട് എനിക്ക് വേണം, എൻ്റെ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കാൻ ഒരാൾ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ കേൾക്കാൻ ഒരാളും വേണ്ടാത്ത ആ ഒരവസ്ഥയിലേക്ക് എത്തുന്നതാണ് നമ്മളുടെ സോളിൻ്റെ ആഗ്രഹം. നമ്മൾ ഒരിക്കലും വേറൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ സപ്പോർട്ട് ആഗ്രഹിച്ചോ ഹെൽപ്പ് ആഗ്രഹിച്ചോ ഒന്നും നിൽക്കുന്നത് നമ്മളുടെ സോളിന് ഇഷ്ടമല്ല. നമ്മളുടെ സോൾ ഇൻഡിപെൻഡൻറ്റ് സോളാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളിൽ നിൽക്കണം എന്നുള്ളതാണ്, സോളിൻ്റെ ഗുണത്തിൽ നിൽക്കണം. അപ്പോൾ ഒരിക്കലും അത് നമുക്ക് ഒരു കാര്യം പറയാൻ പോലും ഒരാളിൻ്റെ ആവശ്യം ചിലപ്പോൾ നമ്മൾ തേടുന്നത് നമ്മളുടെ സോൾ ആഗ്രഹിക്കില്ല. കാരണം അത്രയും സ്ട്രെങ്ത് ഉണ്ട് നമുക്ക്. നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുടെ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മാവിന് അതിൻ്റെതായ ഒരുപാട് കഴിവുകളും ശക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്നേ ഇല്ല. നമ്മൾ വെറും മനുഷ്യരായിട്ട് മാത്രം നമ്മളെ കാണുന്നു എന്നുള്ളതാണ്. അപ്പം ഹെൽപ്പ് വേണ്ട അല്ലെങ്കിൽ സപ്പോർട്ട് വേണ്ട മനുഷ്യരായിട്ട് മാത്രം നമ്മളെ കാണുന്നു. അപ്പം നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ദൈവിക ആ അംശത്തെ നമ്മൾ കാണുന്നില്ല എന്നാണ് നമ്മളുടെ സോള് നമ്മളോട് പറയുന്നത്. നമ്മൾ അത്രയും സ്ട്രെങ്ത് ആൾറെഡി നമുക്കുണ്ട്. അപ്പം നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിവൈൻ ഫെമിനൈൻ എനർജിയാണ് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് ആദിപരാശക്തി. അപ്പോൾ ആ പരാശക്തിയുടെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു മെസ്സേജ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ സോളുമായി കണക്ട് ചെയ്തതാണ് കൂടുതലും വരുന്നതെന്നാണ് തോന്നുന്നത്. ഇതിൽ നമുക്ക് എന്താണ് വേണ്ടത് നമ്മളിൽ തന്നെ നമ്മളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പം ഇതിൽ നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ചന്ദ്രഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ മൂണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇമോഷൻസ് ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മളെപ്പോഴും നമ്മളായിട്ട് നിൽക്കാൻ, അത്രയും സ്ട്രെങ്ത് സ്വരൂപിക്കാൻ നമ്മളോട് ഡിവൈൻ പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് ഒരു അത്രയും ഇൻഡ്യൂട്ടീവായിട്ടുള്ള ഒരു ഹയർ സോളാണ്. ഒരിക്കലും ഒരു ഡിപ്പെൻഡൻസി ആഗ്രഹിക്കാത്തൊരു സോളാണ്. അപ്പോൾ
നിങ്ങളുടെ ഡൗട്ട്സില്ല, നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് സംശയം തോന്നിയാലും അത് നിങ്ങളോട് തന്നെ ചോദിക്കാനാണ്. നിങ്ങൾ ഒന്ന് മെഡിറ്റേറ്റീവ് മോഡിലോട്ട് പോയിട്ട് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, എന്താണ് എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം? നിങ്ങളുടെ ഹൃദയം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുതരും. അപ്പോൾ അതിന് മറ്റൊരു ഗൈഡൻസിൻ്റെ ആവശ്യം ഒരിക്കലും ഇല്ല. കാരണം അത്രയും ഹയർ സോളാണ് നിങ്ങളെന്ന് സ്വയം നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ അത്രയും ഒരു ഹയർ ലെവൽ സോളാണെന്ന് ചിന്തിക്കാതെ നിങ്ങൾ എന്താണ് ഈ ഭൂമിയിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഒട്ടിപ്പിടിച്ചും അത് എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പം പിന്നെ ജീവിതമില്ല എന്ന് വിചാരിച്ചും, അത് പൈസയാകാം, റിലേഷൻഷിപ്പ് ആകാം, നമ്മളുടെ ആരോഗ്യമാകാം, എന്ത് തന്നെ ആയാലും അത് ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ സോളിനോടൊന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പുതിയ പാത്ത് ഓപ്പൺ ആകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഒരു പുതിയ തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു പുതിയ തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും നഷ്ടപ്പെട്ടു പോയി, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് പുതിയ വഴികളുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും കൂടുതൽ തിരിച്ചു പിടിക്കാനുള്ള സമയമുണ്ട്, സാധ്യതകളുമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് ഇന്ന് മെസ്സേജ് തരുന്നത്. ഫാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡേർഡിന് താഴെ പോകരുത് ഒരിക്കലും. നമ്മളുടെ വർത്തമാനമോ അല്ലെങ്കിൽ പ്രവൃത്തിയോ ചിന്തകളോ ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ ദേഷ്യം വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ വിട്ടിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വർത്തമാനം നമ്മളുടെ സ്റ്റാൻഡേർഡിൽ താഴെ പോകാൻ പാടില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരാണ് എന്ന് ചിന്തിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ. നമ്മളോട് പോലും നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല കാണാൻ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താ, അങ്ങനെയല്ല. നമ്മൾ ഒരു ക്യൂനാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ അത്രയും ഒരു ആ ഉയർന്ന തലത്തിലുള്ള ആൾക്കാരാണ്. അപ്പം ആ തരത്തിൽ തന്നെ നമ്മൾ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക, പെരുമാറാൻ ശ്രമിക്കുക, നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഫൈവ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യങ്ങളിലേക്ക് എന്നെ വീണ്ടും ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ചിലപ്പോൾ ഒരുപാട് അധ്വാനിച്ചുണ്ടായ വീട് നഷ്ടപ്പെട്ട ആൾക്കാരുടെ എനർജി ഉണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് സ്വപ്നം കണ്ട് നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒരു വാഹനമോ അല്ലെങ്കിൽ നമ്മളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരോ എപ്പോഴോ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ചില കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നഷ്ടബോധമെല്ലാം മാറ്റി ശരിക്കും നമ്മളിൽ തന്നെയുള്ള ആ ഒരു സ്വർഗത്തെ കണ്ടെത്താനാണ്. അപ്പം നമ്മളുടെ ജീവിതം ഇനിയും മനോഹരമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇനിയും നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു പാഷൻ, അപ്പോൾ അത് ഫോളോ ചെയ്യണം. നമ്മളുടെ പാഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ എത്രയോ ആൾക്കാരുണ്ട്. എന്താണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, എൻ്റെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അതിനെപ്പറ്റി ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഒഴുക്കിനെത്തുന്ന ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ജനിച്ചു ജീവിക്കുന്നു, അതിനനുസരിച്ച് അങ്ങ് പോകുന്നു. നമ്മളെ തന്നെ മിസ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, നമ്മളെ ഏറ്റവും വലിയ സന്തോഷങ്ങളൊക്കെ മിസ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മളോടൊന്ന് ചോദിക്കുക, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം
അതെനിക്ക് തിരിച്ച് കിട്ടണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കണം. അതിന് വേണ്ടി അതെന്താണെന്ന്, അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ അതെന്താണ് എന്ന് കണ്ടെത്തണം. ചില ആൾക്കാർക്ക് വലിയ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളിൽ ഇപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒന്നും നിങ്ങളുടെ കയ്യിൽ കാണില്ല. പക്ഷെ നിങ്ങളുടെ സ്വപ്നം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് നിങ്ങളുടെ പാഷൻ. അപ്പം ആ പാഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഫാഷൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബൊട്ടീക്കോ അല്ലെങ്കിൽ ചില മോഡലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുമായി ഫാഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അവർക്ക് ഈ ഒരു സമയം ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാട് ഈ ഒരു സമയം വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. കിങ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. സക്സസ്, നിങ്ങളുടെ സക്സസ് നിങ്ങൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം അതിനുവേണ്ടി പ്രയത്നിക്കണം. നമ്മൾ ചിലപ്പം മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ടയേർഡായിട്ടിരിക്കുന്ന ആൾക്കാർ, അവരൊക്കെ ഈ ഒരു എനർജിയിൽ നിന്നും മാറി, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മാറിയിട്ട് നിങ്ങൾ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി, പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ളൊരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾക്ക് സന്തോഷവും പൈസയും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ മണി എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. ശരിക്കും ഏറ്റവും ഏറ്റവും സന്തോഷത്തിലിരുന്ന് നിങ്ങളുടെ വൈബ്രേഷൻ ഏറ്റവും പീക്കിലിരുന്ന് വേണം നിങ്ങൾ മണിയെ അട്രാക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ വൈബ്രേഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ അങ്ങനെ ഇരുന്ന് വേണം നിങ്ങൾ പൈസയെക്കുറിച്ച് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ദാരിദ്ര്യം ചിന്തിക്കാതിരിക്കും. ഇപ്പോൾ കുറേ കടബാധ്യത ഉള്ള ആൾക്കാരും നിങ്ങൾ കടത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് വരാൻ പോണ സക്സസിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന വലിയ വീടോ വലിയ കാറോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സോ ഒക്കെ നിങ്ങൾ സ്വപ്നം കാണണം എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം ശിവഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ് ആണ്. അപ്പോൾ നിങ്ങളിൽ വളരെ വലിയ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പം നമ്മളിൽ പരിവർത്തനം സംഭവിക്കുന്നത് ഒരു വളരെ വലിയ തകർച്ചയിലൂടെ ആയിരിക്കും. നമുക്കൊരിക്കലും സന്തോഷത്തിലൂടെയല്ല പരിവർത്തനം വരുന്നത്. എപ്പോഴും ഒരു തകർച്ചയിലൂടെയാണ് പരിവർത്തനം സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു നഷ്ടബോധം അല്ലെങ്കിൽ നഷ്ടം, ആൾറെഡി പൈസയോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ആരോഗ്യമോ അല്ലെങ്കിൽ ജോലിയോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതിനേക്കാളും നിങ്ങൾക്ക് ഇപ്പം നഷ്ടപ്പെട്ടു പോയതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള കാര്യം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ ഒരു ഭഗവാന്റെ ഗായത്രി ഉണ്ട്. ഓം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി
തന്നോ രുദ്ര പ്രചോദയാത്. നിങ്ങൾ രുദ്രഗായത്രി ചൊല്ലുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ഫേസ് ദ ചലഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ചലഞ്ചസ് ഉണ്ടായിരിക്കാം, നിങ്ങളുടെ മുന്നിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഫേസ് ചെയ്യണം, ഒളിച്ചോടരുത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾ ഫേസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളതല്ലാതെ ഒളിച്ചോടിക്കളയരുത്. അപ്പോൾ അത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് നിങ്ങളിലേക്ക്. അപ്പോൾ ഫേസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് നിങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കഴിയുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എത്തണം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടിയാൽ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഒളിച്ചോടും അത്രയും പ്രാവശ്യം വീണ്ടും വീണ്ടും അത് തന്നെ നമ്മളിലേക്ക് വരും. അപ്പോൾ അത് നമുക്കൊരു തകർച്ച വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് വന്ന് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൽ നിന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനെന്നാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ക്ലിയർ യുവർ മൈൻഡാണ്, മെഡിറ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിനെ ക്ലിയർ ആക്കണം. ഒരുപാട് അനാവശ്യമായ ചിന്തകളിലോ സങ്കടത്തിലോ വിഷമത്തിലോ ഒന്നും ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊന്ന് ക്ലിയർ ആക്കി വെക്കണം. അപ്പോൾ ഈ മൈൻഡിൽ അനാവശ്യമായ ചിന്തകളും കൺഫ്യൂഷനും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അത് ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പിന്നെ നമ്മളുടെ തോന്നലുകളും ആയിരിക്കും കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടും. ഒരു പ്രശ്നം വന്നാൽ അത് നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചതിനെ വലുതാക്കും. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ഭഗവാന്റെ ഒരു ഇതുപോലും മെഡിറ്റേഷനാണ്. നമ്മളുടെ ബോധത്തിലേക്കുള്ള ഒരു വെളിച്ചമാണ് മെഡിറ്റേഷൻ. അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും. പിന്നെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ടെൻഷനും ഒന്നും വേണ്ട. പ്രശ്നങ്ങൾ ഇപ്പോൾ ഉള്ളതെല്ലാം നിങ്ങളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. എന്തായാലും ഈ ചാലഞ്ച് ആകുന്ന ആ ഒരു ഫേസൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നല്ലതാണ് വരണത് എന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.